ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനും ആവേശം പ്രകടിപ്പിക്കുന്നതിനും ഒരു വിലക്കുമില്ല. അതാണ് അതിന്റെ പ്രത്യേകത. നല്ല കാര്യം വന്നാൽ നമുക്കൊക്കെ സന്തോഷമുണ്ടാവും. സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇല്ല, പോലീസും ഇല്ല, UDFും ഇല്ല, പരാതിയില്ല. സന്തോഷം ആർക്കും എപ്പോഴും പ്രകടിപ്പിക്കാം. നല്ല കാര്യങ്ങൾ ഉണ്ടായാൽ സന്തോഷിക്കുകയും ചീത്ത കാര്യങ്ങൾ ഉണ്ടായാൽ ദുഃഖിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യത്വത്തിന്റെ പ്രകടനത്തിന്റെ ഒരു രൂപപ്പനം സാക്ഷാത്കരിക്കുന്ന സന്ദർഭത്തിൽ പരസ്പരം നമ്മുടെ ഈ സന്തോഷം പങ്കുവെക്കുന്നതിനാണ്. ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഈ യോഗത്തിൽ നല്ലൊരു കാര്യമാണ്. ഒരു വിവാദം ഉണ്ടാക്കേണ്ട, പങ്കെടുക്കുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ പങ്കെടുത്ത് ഇനി പരാതിയോ മറ്റോ ഇതിൽ കെറുവോ ഇങ്ങനൊരു നല്ല പദ്ധതി ഉണ്ടായാൽ അതിൽ ദുഃഖിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ രാജ്യത്ത്. ആ ആളുകൾ വല്ല പരാതിയോ കുഴപ്പമോ ഉണ്ടായി ഒരു വിവാദത്തിലേക്ക് കടക്കേണ്ട കാര്യമില്ല. ഒരു മംഗളകർമ്മത്തിനകത്ത് എത്ര മോശക്കാരായാലും ശരി, ഒന്നോ രണ്ടോ ആളുകൾ ഒരു അമംഗള കാര്യം ചെയ്യുമ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ഉദാരമനസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിന്റെ ഈ പദ്ധതിയുടെ എല്ലാ തരത്തിലുമുള്ള പിതൃത്വം അവകാശപ്പെടാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പാലോളി അടക്കമുള്ള ബഹുജന നേതാക്കൾ ഇവിടെ പങ്കുചേരാത്തത് എന്ന് കണക്കൂട്ടിയാൽ മതി. അവരുടെ ആശീർവാദവും അവരുടെ ഹൃദയ സാന്നിധ്യവും ഈ സദസ്സിനുണ്ട്, ഈ വേദിയിലുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും പരിഗണിക്കുക. രണ്ടാമത്തെ കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഉള്ള ഒരു പ്രചാരണം എന്താ വെച്ചാൽ ഇത് ചില ആളുകൾ സ്വപ്നം കണ്ടതാണ്. ആളുകൾ ഇങ്ങനെ ധാരാളം സ്വപ്നം കാണും. ബിരിയാണി തിന്നുന്നതിനെ സംബന്ധിച്ചോ ഐശ്വര്യയെ കല്യാണം കഴിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ സ്വപ്നം കാണാൻ ഒരു വിലക്കും ഇല്ലല്ലോ. രാത്രിയും കിടന്നുറങ്ങുക, ഭാഗ്യമുണ്ടെങ്കിൽ സ്വപ്നം കാണും. ഇപ്പോ ഇത് ഇന്നയാൾ സ്വപ്നം കണ്ടതാണ്, അത് മറ്റേ ആൾ സ്വപ്നം കണ്ടതാണ്, അതുകൊണ്ട് ഇന്നയാളുടെ പേര് ഇതിന് ചേരും, ഇന്നയാളുടെ പേര് ചേരില്ല എന്ന ചർച്ചയാണ്. അങ്ങനെ ഒരു സ്വപ്നം കണ്ടതാണെങ്കിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആദ്യം സ്വപ്നം കണ്ട ആള് മൗണ്ട് ബാറ്റൺ എന്ന പേരുള്ള ഒരാളാണ്. അയാൾ മരിച്ചു. അയാൾ ബ്രിട്ടീഷുകാരനായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്താണ് ഈ പദ്ധതിയുടെ ആദ്യാശയം. 1937 1937 ഉള്ള മനുഷ്യന്മാർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. 73 വയസ്സുണ്ടാവുമല്ലോ അവർക്ക്. 1937 അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നു. 47 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 10 കൊല്ലം മുമ്പ് നമ്മുടെ അങ്ങ് കേരളം എന്ന് പറഞ്ഞാൽ മൂന്നായി കിടക്കുകയാണ്. തിരുവിതാംകൂർ, കൊച്ചി, നമ്മുടെ മലബാറിലാണ് ഈ സ്ഥലം. ഈ മലബാർ എന്ന് പറയുന്നത് അന്ന് മദ്രാസ് ഗവൺമെന്റിന്റെ കീഴിൽ മദ്രാസ് പ്രവിശ്യയിലാണ്. ആ മദ്രാസ് പ്രവിശ്യയിലെ അന്നത്തെ മന്ത്രി സുബ്ബറാവു ഇവിടെ വരികയും ഇവിടുത്തെ അന്നത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ 1073 വർഷം മുൻപ് ജീവിച്ചിരുന്ന, ഒരുപക്ഷെ ഈ ഇങ്ങനെ ഒരു പ്രക്രിയ സംബന്ധിച്ച് ആലോചിച്ചിരുന്ന ഈ പ്രദേശത്തെ നമ്മൾ അറിയാത്ത അജ്ഞാതരായ മനുഷ്യരുടെ ഒരു മെമ്മോറാണ്ടം സ്വീകരിച്ച്, അന്നും ഈ റെഗുലേറ്റർ എന്ന ആശയമില്ല, ഇങ്ങനെ ഒരു പാലം കോഴിക്കോടും പൊന്നാനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, കോഴിക്കോട് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്, പൊന്നാനിയും ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. അപ്പോൾ ചരിത്രപ്രസിദ്ധമായ രണ്ട് നഗരികളെ ബന്ധിപ്പിക്കാൻ ഇങ്ങനെ ഒരു പദ്ധതി എന്നൊരാശയം 1937 ഉണ്ടായി എന്ന് നമ്മൾ ചരിത്രരേഖ പരിശോധിച്ചാൽ കാണാം. അങ്ങനെയാണെങ്കിൽ സുബ്ബറാവുവിന്റെ പേര് ഓർക്കുക, സ്വപ്നം കണ്ട കൂട്ടത്തിൽ. പക്ഷെ സുബ്ബറാവുവിന് നടപ്പാക്കാൻ പറ്റിയില്ല. പിന്നെ എപ്പോഴാ വരുന്നത്? നമ്മൾ തന്നെ പലപ്പോഴും തെറ്റായി ഈ 1/4 നൂറ്റാണ്ട് കാലത്തെ ഒരു പദ്ധതി എന്നങ്ങ് പറയും. 1/4 നൂറ്റാണ്ടല്ല, 3/4 നൂറ്റാണ്ടാ. ഈ പദ്ധതിയുടെ പഴക്കം 3/4 നൂറ്റാണ്ടാ. പക്ഷെ സ്വപ്നം കണ്ടാൽ അത് പദ്ധതിയാവൂല. സ്വപ്നം കാണാൻ എന്തും കാണാം. ഈ പദ്ധതി നടപ്പാകാനുള്ള ഒരു ശ്രമങ്ങളുണ്ട്. 77 നിങ്ങൾക്കറിയാം ചില ആശയങ്ങളൊക്കെ വന്നിരുന്നു. 77 റെഗുലേറ്റർ ഇല്ല, 77 പാലം എന്ന് പറയുന്ന ഒരാശയത്തെ സംബന്ധിച്ച് വന്നിരുന്നു. ആ 77 ഈ പാലം എന്ന ആശയം വരുന്ന സന്ദർഭത്തിൽ തന്നെ അതിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കാൻ ചുമതലപ്പെടുത്തിയ രൂപരേഖ ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയതെന്താ? ക്വാർട്ടേഴ്സ് ഉണ്ടാക്കാനുള്ള രേഖയാണ് ഉണ്ടാക്കിയത്. മനസ്സിലായ? ഈ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കാനുള്ള ഉദ്ഘാടനമാണ് പിന്നീട് 84 നടക്കുന്നത്. ക്വാർട്ടേഴ്സിന്റെ ഭരണാനുമതി ക്വാർട്ടേഴ്സിനേ ഉള്ളൂ, പാലത്തിനില്ല, റെഗുലേറ്ററിനില്ല. ഈ നമ്മൾ ജനോപകാരപ്രദമായ യാതൊരു കാര്യത്തിനും ഇല്ല. ക്വാർട്ടേഴ്സിന്റെ ഒരു പദ്ധതിയുടെ ഭരണാനുമതിയാണ് പിന്നീട് മുൻപ് തുടങ്ങി എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ പദ്ധതി തുടങ്ങുന്നത് എപ്പോഴാ? ഈ ഗവൺമെന്റിന്റെ മുൻപ് UDF ഗവൺമെന്റ്, അതിനു മുൻപുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ 96 സഖാവ് പാലോളി ഇവിടുത്തെ MLA ആവുകയും അന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാകുമ്പോഴാണ് പണ്ട് സുബ്ബറാവുവിന്റെ കാലത്ത് കണ്ട ഈ സ്വപ്നം 1937 കൊണ്ട സ്വപ്നത്തിന് ചിറകുമുളയ്ക്കുന്നത്. അന്ന് തീർച്ചയായും ഇതിനുവേണ്ടി ഒരു കൺസോർഷ്യം ചുമതലപ്പെടുത്തുകയും 99 കോടി രൂപയുടെ ഒരു പദ്ധതി, അടങ്കൽ തുക അന്ന് 99 ഉള്ളൂ,
99 കോടി രൂപ. അതിന് പാലമുണ്ട്, റെഗുലേറ്ററുണ്ട്, ഈ പറയുന്ന ഷട്ടറൊക്കെ ഉണ്ട്. ഏതാണ്ട് ഇപ്പോഴത്തേതിന് സമാനമായിട്ടുള്ള ഒരു ഡിസൈൻ, ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്യാൻ. അതിന് അന്ന് 96 ഇതിനെ സംബന്ധിച്ച് തറക്കല്ലിട്ട സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വലിയ വിവാദം വന്നു. ഇത് നടക്കാൻ പോണതല്ല. എന്തുകൊണ്ട് നടക്കാതെ പോയത്? അതിന്റെ എന്തെങ്കിലും പദ്ധതികൾ ചെയ്യാതിരുന്നത് കൊണ്ടാണോ? നാം മുമ്പ് കണ്ടതുപോലെ ക്വാർട്ടേഴ്സിനുള്ള രീതിയിലുള്ള ഒരു അനുവാദം കിട്ടിയത് കൊണ്ടാണ്? അല്ല. പദ്ധതി മുഴുവൻ വന്നു, അതിന്റെ എല്ലാം വന്നു, IDRP അതിന് ചുമതലപ്പെടുത്തി, എല്ലാ കാര്യങ്ങളും വന്ന സന്ദർഭത്തിൽ ഗവൺമെന്റ് പോയി 5 കൊല്ലം അതിന്റെ എല്ലാവിധ പ്രക്രിയകളും ആരംഭിക്കുകയും 99 കോടി രൂപയുടെ FS അടക്കമുള്ള കാര്യങ്ങൾ ശരിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഗവൺമെന്റ് പോവുകയും പിന്നീട് 5 വർഷക്കാലത്തേക്ക് UDFന്റെ ഗവൺമെന്റ് വരികയും ചെയ്തത്. ആ UDF ഗവൺമെന്റ് ഈ കടലാസ് എന്തെങ്കിലും ചെയ്തോ? ഈ സ്വപ്നം കണ്ട ആളുകളുണ്ടല്ലോ ധാരാളം. സ്വപ്നം 37 സ്വപ്നമാണല്ലോ. ആ സ്വപ്നത്തിന്റെ ഒരു പദ്ധതി അങ്ങനെ ഇരിക്കുന്നു ഷെൽഫിലല്ല, അതിന്റെ കടലാസ് റെഡിയായിരിക്കുന്നു, FSഉം കിട്ടിയിരിക്കുന്നു. അത് നടപ്പാക്കാൻ 5 കൊല്ലം ഉണ്ടായില്ല. 5 കൊല്ലത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സച്ചിദാനന്ദൻ തറക്കല്ലിടുകയാണ്. ഇതുപോലെ തന്നെ അത്യന്തം ആഹ്ലാദഭരിതമായ ഉത്സവാന്തരീക്ഷത്തിൽ തറക്കല്ലിട്ട സന്ദർഭത്തിൽ ദോഷൈക ദൃക്കുകൾ പറഞ്ഞത് ഇത് വെറുതെ അങ്ങനെയല്ലേ പറഞ്ഞത്? ഇപ്പോഴെന്താ സ്ഥിതി? ഇതിന്റെ എഗ്രിമെന്റ് പ്രകാരം അടുത്ത ഡിസംബറിലേക്ക് തീരണ്ടോ? ഒരു വശവുമില്ല. എഗ്രിമെന്റ് ഉണ്ട്. ഈ കമ്പനിക്ക് ടെൻഡർ കൊടുക്കുന്ന സമയത്ത് എല്ലാ കമ്പനികൾക്കും എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. ഡിസംബർ മാസത്തിലാണ് യഥാർത്ഥത്തിൽ പണി തീരേണ്ടത്. അവിരാമമായ, ഒരുപക്ഷെ വിവരണാതീതമായ തന്റെ ശ്രമം കൊണ്ട് നമ്മുടെ MLAയും മന്ത്രിയുമായ സഖാവ് പാലോളിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും അതിന് പിന്തുണ കൊടുക്കുന്ന ഈ പ്രദേശത്തെ നാട്ടുകാരുടെയും അക്ഷീണമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ പണി ഇപ്പൊ സാക്ഷാത്കരിക്കുന്ന ഒരു സന്ദർഭത്തിലെത്തിയത്. അതിനൊരു മാർക്ക് വേണ്ടേ? അതിനൊരു മാർക്ക് കൊടുക്കണ്ടേ? അപ്പോ 1.5 കൊല്ലമാവുന്നു, ഡിസംബറിലെ തീരേണ്ടു. അതിനു മുമ്പ് ഈ പ്രക്രിയ ഇവിടെ വരികയാണ്. ആ പ്രക്രിയ വരുന്ന സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ 3-ാം തീയതി അല്ലേ, 3-ാം തീയതി ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചു. 2-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉദ്ഘാടനം നടത്താൻ പാടില്ല എന്ന രീതിയിൽ വെച്ചാലും 6-ാം തീയതി ഇന്ന് തന്നെയാണ് തീരുമാനിച്ചത്. 6-ാം തീയതി വന്നു. നമ്മൾ 2-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. 2-ാം തീയതിയോടുകൂടി അതിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക പൈസ ഇനിയും വേണമെന്നുള്ളത്. സൈഡ് ഭിത്തിയുടെ പ്രശ്നമുണ്ട്. റിവറിന്റെ നദിയുടെ 2 കരയും കെട്ടണം, അല്ലെങ്കിൽ പാലം ഉണ്ടായി, വെള്ളം ധാരാളം ഉണ്ടായി, നമ്മൾ പറയുന്ന ഉദ്ദേശങ്ങൾ മുഴുവൻ നടപ്പാക്കും. പക്ഷേ പ്രദേശത്തൊരു സ്വീപ്പാവും. നരിപ്പുറം പേരും അപ്പുറത്തെ കരയിലുള്ള ഒരു ഇടങ്ങറാവും ഇത് കെട്ടാൻ ഞാൻ. കാരണം ഇത് റിസർവോയർ 14 കിലോമീറ്റർ നേരെ ദൂരം, കുറ്റിപ്പുറത്ത് ഒരു 4-5 കിലോമീറ്റർ വരെ അപ്പുറത്തേക്ക് വെള്ളം നിൽക്കും. വെള്ളം നിൽക്കുന്നത് സാധാരണ നമ്മളെ ഈ ഭാരതപ്പുഴയിൽ നമ്മൾ കുറച്ച് വെള്ളം കാണുക എപ്പോഴാ? ഇടവപ്പാതി സന്ദർഭത്തിലാണ്. പിന്നെ അങ്ങനെ ഉണങ്ങി വരണ്ട് ശുഷ്കമായി കിടക്കുന്ന പുഴയെ കാണുക. ഇതങ്ങനെയല്ലല്ലോ. ഇത് ഇവിടെ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ്. വെള്ളം അവിടെ തടഞ്ഞു നിർത്താനാണ്. വെള്ളം തടഞ്ഞു നിർത്താൻ വെള്ളം പൊന്തി വെക്കും. വെള്ളം പൊന്തി വെന്നാൽ കരയ്ക്കത്ര ഗുണമില്ല. അപ്പൊ കര സംരക്ഷിക്കണം. കര സംരക്ഷിക്കുന്നത് ഈ പ്രദേശത്തുകാരുടെ ഗുണത്തിനാ. അതുകൊണ്ട് ആദ്യ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. 20 കോടി അങ്ങനെ ചേർന്നു. അങ്ങനെയാണ് 158 കോടി രൂപ വന്നത്. എന്താ ഇത്ര പെട്ടെന്ന് തീർക്കാൻ? ഇതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും വലിയൊരു പദ്ധതി മലബാറിൽ ഉണ്ടായിട്ടില്ല. കോഴിക്കോട് പൊന്നാനി നമ്മൾ 38 കിലോമീറ്റർ ലാഭിക്കുകയാണ്. അതിന്റെ ഡീസൽ ലാഭം, ആളുകൾക്ക് പെട്ടെന്ന് എത്തുക, തിരക്ക്, നല്ല ഏറ്റവും ആധുനിക സംവിധാനത്തിലുള്ള ഒരു പാലമാണ്. ആധുനിക സംവിധാനത്തിലുള്ള അപ്രോച്ച് റോഡാണ് പണി കഴിയുന്നത്. 38 കിലോമീറ്റർ കോഴിക്കോടും പൊന്നാനിയും തമ്മിലുള്ള ദൂരത്തിൽ കുറവ് വരും. അതിനേക്കാൾ വളരെ പ്രധാനമുണ്ട്. ദൂരം ഒന്നുമില്ല, വളഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെയാണ്. എന്താ? ഏറ്റവും രൂക്ഷമായ കുടിവെള്ളമുള്ള 3-4 താലൂക്കുകളാണ് ഇതിന്റെ കാച്ച്മെന്റ് ഏരിയയിലുള്ളത്, ഇതിന്റെ ഉപയോഗിക്കുന്ന മേഖലയിലുള്ളത്. തിരൂർ താലൂക്ക്, പൊന്നാനി താലൂക്ക്, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിന്റെ പടിഞ്ഞാറ് ഭാഗം. ഈ പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളമാണ്. നിങ്ങൾ ഭാരതപ്പുഴയിൽ നോക്കിയാൽ കാണാം, ഭാരതപ്പുഴയുടെ പാതയോരത്തുള്ള കിണറുകൾ കാണാം. ആ കിണറുകളുടെ അടിത്തട്ട് പുഴയെക്കാലം മേലെയാണ്. സാധാരണ കിണർ താഴി പുഴ മേലെയാവും. ഇത് പുഴ അങ്ങ് താണു, പല കാരണങ്ങളാൽ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല. അത് പുഴ താണിരിക്കുന്നു, കിണർ പൊന്തിയിരിക്കുന്നു. കിണർ ആരും പൊന്തിച്ചതല്ല. കിണർ പൊന്താൻ കാരണം പുഴ താണു. പക്ഷെ പുഴ താണിട്ടും വെള്ളമില്ല. കിണർ എത്ര കുഴിച്ചാലും വെള്ളമില്ല. കൃഷി പോയിട്ട് കുടിക്കാൻ തന്നെ വെള്ളമില്ല. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ രീതിയിലാണ് കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളായിട്ട് ഈ 3 താലൂക്കുകൾ.
ആ 3 താലൂക്കുകളിലെ കുടിവെള്ള പ്രശ്നം ഇതിലെ റിസർവോയർ പോലെ 14 കിലോമീറ്റർ റിസർവോയർ പോലെ വെള്ളം നിന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിനൊരു ഗുണമുണ്ട്. വെള്ളം സോഷ്യലിസ്റ്റാ. എവിടെ താണ അവിടേക്കാ ഒഴുക. ഇപ്പൊ ഈ കിണറിന്റെ മേലെ വെള്ളം പൊന്തിയാൽ കിണറിലേക്ക് വെള്ളം വരും. കിണറിന്റെ താഴെ പുഴാന്ന് വെച്ചാലോ കിണറിന് വെള്ളം പോയേക്കാം. അപ്പോ കുടിവെള്ളക്ഷാമം 3 താലൂക്കിന്റെ കുടിവെള്ളക്ഷാമം ഇവിടെ നിന്നുള്ള ചില തൃത്താലയിലടക്കമുള്ള ഇവിടെയുള്ള ചില പദ്ധതികൾക്ക് തൃശൂർ ജില്ലയിലടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പ്രൊജക്ടുകളുമുണ്ട്. കുടിവെള്ളത്തിന്റെ പ്രശ്നം തീരും. അതുപോലെ മലപ്പുറം ജില്ലയുടെ കാർഷിക മേഖലയാണ് ഈ പൊന്നാനി താലൂക്ക്. തിരൂർ താലൂക്കിന്റെ ഒരു ഭാഗവും. മലപ്പുറം ജില്ലയിൽ ഈ കോൾ കൃഷി എന്ന് പറയുന്നത് ഈ പൊന്നാനി താലൂക്കിൽ മാത്രമേ ഉള്ളൂ. എന്താ കോൾ കൃഷിയുടെ പ്രത്യേകത? തൃശൂർ ജില്ലയിൽ തുടങ്ങി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കാലടി പഞ്ചായത്ത്, തവനൂർ പഞ്ചായത്തിന്റെ ഒരു ചെറിയ ഭാഗം വരെയുള്ള സ്ഥലത്ത് അവസാനിക്കും. അവിടെ ഒരു പദ്ധതി ഇപ്പൊ കമ്മീഷൻ ചെയ്തു, ബിആർ റെഗുലേറ്റർ. ഈ കോളിന്റെ പ്രത്യേകത, കോൾ എന്ന് പറയുന്ന സ്ഥലം കടലിനേക്കാൾ താഴെയാണ്. കടലിന് താഴെയാണ് കോൾ. സോസർ മാതിരി, നമ്മുടെ ചായ കുടിക്കുന്ന സോസറിന്റെ ആകൃതിയിൽ അങ്ങനെ കിടക്കുകയാണ്. അടിയില് താഴെ, കടലിനേക്കാൾ താഴെ, ചുറ്റുഭാഗം പൊന്തും. സാധാരണ പുറമേക്കാർക്ക് ഈ കൃഷി പറഞ്ഞാൽ മനസ്സിലാവില്ല. കൃഷി ഉണ്ടായാൽ നനയ്ക്കുകയാണ് ചെയ്യുക. പക്ഷെ കോളിലെ കൃഷി എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം വറ്റിച്ചിട്ടാ കൃഷി ചെയ്യുക. എന്നാൽ ചില സമയത്ത് ഈ വെള്ളം വറ്റിച്ചാൽ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ വെള്ളം അടിക്കണം. വെള്ളത്തിന്റെ ഒരു ആഗമന നിർഗമനങ്ങൾ, വെള്ളത്തിന്റെ ഒരു വരവും പോക്കുമുണ്ട്. ഹൈഡ്രേറ്റിംഗ് ആൻഡ് ഡിഹൈഡ്രേറ്റിംഗ് എന്നാണ് ഈ കൃഷി വകുപ്പ് പറയാൻ ഇംഗ്ലീഷ് പറയാം. ആ ഒരു സംവിധാനം വേണം. ആ സംവിധാനം പൂർത്തിയാക്കുന്നതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ബിഎം റെഗുലേറ്റർ. അതും ഇതുപോലെ മഹത്തായ ഒരു പദ്ധതി തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഇത്ര മുതൽ മുടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ പദ്ധതി ഉണ്ടായാൽ അറബിക്കടലിൽ നിന്നുള്ള ഈ ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറില്ല. 1. 2, ഈ വെള്ളത്തിൽ ഉപ്പുവെള്ളം കലരില്ല എന്ന് മാത്രമല്ല, ഇതിന് ഈ മൂറടിത്തോട് എന്ന് പറയുന്ന തോടും ഈ ഭാരതപ്പുഴയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടി എവിടെയാണോ വെള്ളം കുറവ് അവിടേക്ക് വെള്ളം എത്തിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക. എവിടെയാണോ വെള്ളം കൂടുതൽ ആ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കം ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു വാട്ടർ സോഴ്സ്, ഒരു പുതിയ മാർഗം ഉണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോ ഈ കോൾ മേഖലയുടെ നിതാന്തമായ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി പരിഹരിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ 3000 ഹെക്ടറിലധികം പ്രദേശത്ത് കൃഷി ചെയ്യാം. ഇപ്പൊ കൃഷി ചെയ്താൽ ബുദ്ധിമുട്ടുള്ള ഒരു കാലമല്ല. 6 ഉറുപ്പിയായിരുന്നു UDFന്റെ കാലത്ത് 1 കിലോ നെല്ലിന് വില. ഇപ്പൊ 14 ഉറുപ്പിക എണ്ണിക്കൊടുക്കുന്നുണ്ട്. നെല്ല് കൃഷി ചെയ്താൽ, ഞാനൊരു നെൽകൃഷിക്കാരനാണ്. നെല്ല് കൃഷി ചെയ്താൽ വലിയ നഷ്ടമൊന്നുമില്ല. 14 ഉറുപ്പിക കിട്ടും. 14 ഉറുപ്പിക്ക് നെല്ല് കൃഷി ചെയ്യും. പണിക്കാരെ കിട്ടാൻ ലേശം പണിയുണ്ട് മാത്രമേ ഉള്ളൂ. ആ കൃഷിയുടെ അടിസ്ഥാന ഘടകം വെള്ളമാണ്. ആ വെള്ളത്തിന്റെ പ്രശ്നവും ഇതോടുകൂടി പരിഹരിക്കപ്പെടുകയാണ്. ഇത് കമ്മീഷൻ ചെയ്തു. അതോടുകൂടി നമുക്ക് ചില തോടുകൾ കൂടി, അതിന്റെ പണി ഇപ്പോ 4 കോടി രൂപ കോൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പാസ്സായിട്ടുണ്ട്. അത് പോരാ, കുറച്ചും കൂടി തുക ആവശ്യമുണ്ട്. എങ്കിൽ തന്നെയും അത് വീണോടുകൂടി നമ്മുടെ ഈ പൊന്നാനി താലൂക്കിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും കാർഷിക മേഖലയുടെ പ്രശ്നം അപ്പാടെ പരിഹരിക്കപ്പെടും. അത് കഴിഞ്ഞാലോ ഏറ്റവും വലിയ ടൂറിസം മേഖലയായിട്ട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോ ബിയത്ത് ഉള്ള ടൂറിസം കേന്ദ്രമാണ്. നമ്മുടെ ഭാരതപ്പുഴയുടെ തൊട്ട് വഴിയോരം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് കുറ്റിപ്പുറം മണ്ഡലത്തിലുണ്ട്. ഇവിടെ തന്നെ മണ്ണൂർ കടവ് ഒരു ടൂറിസം മേഖലയാണ്. ആ ടൂറിസം മേഖല എവിടെയുള്ള ടൂറിസം ഉണ്ടോ അവിടെയെല്ലാം വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട്. വെള്ളം കണ്ടാലോ നമുക്ക് ടൂറിസത്തെ കുറിച്ച് ഓർമ്മ വരിക, വാട്ടർ സ്പോർട്സ് അടക്കമുള്ള കാര്യങ്ങൾ വരിക. ആ ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കുന്നതാണ്. ഇവിടുത്തെ ചായപ്പൊടിയിൽ കച്ചവടം ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ചെറുപ്പക്കാർക്ക് പണിയുണ്ടാകുന്നതാണ്. പുതിയ തൊഴിലവസരത്തിലേക്ക് ഒരു മേഖല വന്നു ചേരും. ആ ടൂറിസവും ഇതോടനുബന്ധിച്ച് വൻതോതിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, പല കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ 10,000, 30,000 ഒക്കെ വിലയുള്ള സ്ഥലം 2 ലക്ഷം, 3 ലക്ഷം ഉറുപ്പിക്ക് ഒക്കെ വിൽക്കാൻ പാകത്തിൽ വാങ്ങിച്ച് പോക്കറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ടൂറിസം കണക്കൂട്ടിട്ടാ. ഇതിനെ പറ്റിയിട്ട് അങ്ങനെയാണ് മറ്റാൾ സ്വപ്നം കണ്ടാണ്, മറിച്ചാൾ സ്വപ്നം കണ്ടായിരുന്നു. ഈ സ്വപ്നത്തിലൊന്നുമില്ല. അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. ഭൂമിയൊക്കെ അവരുടെ കയ്യിലാ. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരൊക്കെ പാവപ്പെട്ടവർ, അവരുടെ ആരാ ഭൂമി വാങ്ങാൻ പൈസ? ഭൂമിയല്ല ഇപ്പോൾ കോൺഗ്രസ്സുകാരും ലീഗുകാരും കയ്യിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ കണക്കൂട്ടിയിട്ടാണ്. അതുപോലെ മത്സ്യബന്ധനം, ഇൻലാൻഡ് ഫിഷിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രധാന മേഖലയാണ്. കടലിൽ മത്സ്യം കുറവ്. കേന്ദ്ര ഗവൺമെന്റ് നയമായിട്ട് മീൻ പിടിക്കാൻ വരുന്നത് വിദേശികളുടെ കപ്പലാണ്. ഓറിയന്റൽ ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു കപ്പൽ ഇപ്പൊ പൊന്നാനിക്ക് അപ്പുറം നിൽക്കുന്നുണ്ട്. കിഴക്കിന്റെ മാലാഖ എന്നാണ് മലയാളം. കിഴക്കിന്റെ മാലാഖയല്ല, കിഴക്കിന്റെ ചെലുത്താനെ അരിച്ച് പെറിച്ച് അവിടെ ചരച്ച് ഗുണിച്ച് അത് ടിന്നിലാക്കി കൊണ്ടുപോവാണ്. നമ്മുടെ പാവപ്പെട്ട പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യമൊന്നും കിട്ടൂല. മത്സ്യം സായിപ്പ് കൊണ്ടുപോവാ. ഇപ്പൊ ഇൻലാൻഡ് ഫിഷിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഏത് ഈ ശുദ്ധജലത്തിൽ, ഫ്രഷ് വാട്ടറിൽ മത്സ്യം. ഇവിടെ വെള്ളം നിൽക്കണം, മത്സ്യത്തിന് വെള്ളമാണല്ലോ. അപ്പൊ വെള്ളം നിന്നാൽ ഈ ഇൻലാൻഡ് ഫിഷിംഗ് ഈ കാര്യവും നടക്കും. അപ്പോ ഒരു ബഹുമുഖ പദ്ധതി ഇവിടെ നടപ്പാവുന്നു. ഈ ബഹുമുഖ പദ്ധതി നടപ്പാവുമ്പോൾ അതിൽ സന്തോഷിക്കണ്ടേ?
അതിൽ ചിലർ ദുഃഖിക്കുന്നു, പരാതി അയക്കുന്നു, കത്തയക്കുന്നു, ഇലക്ഷൻ കമ്മീഷന് മുമ്പേ പ്രേമലേഖനം അയക്കുന്നു എന്നുള്ളതൊക്കെ എത്ര ശരിയുണ്ട്? നല്ലത് ഇവർ ചെയ്തു, ശരി എന്നല്ലേ പറഞ്ഞു വെക്കേണ്ടത്? ഇവർ ചെയ്തത് ശരിയാണ്, ഇത് നല്ലൊരു കാര്യമാണ്, ഞങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരന്റെ കല്യാണം ഉണ്ട് വയ്ക്കുക, കല്യാണം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റോ നോക്കിയിട്ടാ ആ കല്യാണം നല്ലൊരു ചെക്കനൊരു പെണ്ണ് കിട്ടിയിട്ടുണ്ട്, അല്ല പെണ്ണിന് ചെക്കൻ കിട്ടിയിട്ടുണ്ട്, നല്ലത്, ഞാൻ അവിടെ പോകുന്നു, എന്റെ ഒരു ആശീർവാദം അയക്കുന്നു, പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് പായസം കുടിക്കുന്നു, നേരെ ഉണ്ടെന്ന് ചോറും തിന്നുന്നു. അതല്ല അവൻ കല്യാണം കഴിച്ചു, മോശം, ഞാൻ പരാതി അയക്കാൻ പോവാണ്. അതിന്റെ ബോർഡാണ് ഈ കല്യാണം മുടക്കിയുള്ള ബോർഡ്. റോട്ടിലൊക്കെ കാണാൻ കല്യാണം മുടക്കിയുള്ള ബോർഡുണ്ട് എല്ലാ പ്രദേശത്തും, കല്യാണം മുടക്കികളുടെ. അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഇവിടെ ഇപ്പൊ എന്താ ഒരു അതിക്രമം ഉണ്ടായിട്ടുള്ളത്? ആരാ എന്തെങ്കിലും നോംസ് എത്തിച്ചിട്ടുള്ളത്? ഇവിടെ പരിപാടി ഈ പാലങ്ങനെ കിടക്കുന്നു, ആളുകൾക്ക് സന്തോഷം സഹിക്കാൻ വയ്യ, നല്ലൊരു കാര്യമില്ല. ഇന്ത്യക്കാര് ലോകകപ്പ് ക്രിക്കറ്റ് അങ്ങനെ ജയിച്ചു എന്ന് വെച്ചാൽ എന്തെല്ലാം ഉണ്ടാവും, ആരെങ്കിലും സമ്മതം വേണം. ഇലക്ഷൻ കമ്മീഷൻ സമ്മതം ഉണ്ടായിട്ടാ ഇന്ത്യക്കാര് നമ്മുടെ ധോണി ടീമും കപ്പായിട്ട് വന്നാൽ അതിനൊന്ന് 4 ആഹ്ലാദം, 4 ഒച്ചയും 4 കൊട്ടും ഉണ്ടാക്കാൻ ആരും സമ്മതം വേണം. അതിന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉണ്ട്. ഇതൊരു ദേശത്തിന്റെയാണ്. ഈ ദേശത്തെ ജനങ്ങൾ സഹകരിച്ചതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കൂടുന്നത്. ഈ പ്രദേശത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തും ഒക്കരയിലുള്ള ആളുകൾ ഇതിന് ഭൂമി ഏറ്റെടുക്കലുണ്ടായിട്ടുണ്ട്. 1 കോടി രൂപ എടുത്തു. ആ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ എല്ലാ പ്രശ്നം ഉണ്ടായോ? എല്ലാ നാട്ടിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് പൈസ 1.5 കോടി രൂപയോളം അക്വിസിഷന് വേണ്ടി കൊടുത്തു ജനങ്ങൾക്ക്. ഇവിടെയുള്ള നെരുപ്പറമ്പുള്ള ആളുകൾക്കറിയാം. ചില കുടുംബക്കാർക്ക് ആ സമയത്ത് നിശ്ചിത സമയത്ത് ഇറങ്ങിപ്പോകാൻ പറ്റിയില്ല. അങ്ങനെയാണ്, സർക്കാരിന്റെ കാര്യമാണ്. അവർക്ക് 6 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നരിപ്പറമ്പേർക്ക് അറിയാതെ 6 മാസം എക്സ്റ്റെൻഡ് ചെയ്യുക. നിങ്ങൾ ഇത് പൈസയ്ക്ക് വാങ്ങിയത് കറക്റ്റാണ്, എന്നാലും ശരി, നിങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകളാണ്, ഈ പദ്ധതി നിങ്ങളുടെയാണ്, ജനങ്ങളുടെയാണ്, അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയല്ലേ അവർ പോയത്? ഈ പ്രദേശ സർക്കാരുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? അപ്രോച്ച് റോഡിന് വേണ്ടി അല്ലെങ്കിൽ അതുപോലെ ഭൂമി ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കാരണം ജനങ്ങളുടെ സഹകരണം ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങളുടെ ഉത്സവമാണ്. ജനങ്ങളാണ് ഈ വിഷയത്തിന് സഹകരിച്ചത്. ജനങ്ങളുടെ ശ്രമഫലമായിട്ടാണ് നടന്നത്. ആ ജനങ്ങളുടെ ഈ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സഖാവ് പാലോളിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും നമ്മുടെ MLA-മാരും ഉറച്ചു നിന്നു എന്നതാണ് ശരി. അതിനാണ് അവരുടെ വിവരണാതീതമായ ഈ പരിശ്രമം, അവരുടെ കണ്ണീരിന്റെയും അധ്വാനത്തിന്റെയും പ്രതിഫലമായിട്ടാണ് നമുക്ക് ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അതോ സാക്ഷാത്കരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. തീർച്ചയായും ഈ സന്ദേശം ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിജയമാണ്, ജനകീയതയുടെ വിജയമാണ്, ഈ പ്രദേശത്തിന്റെ വിജയമാണ്, നമ്മൾ ഓരോരുത്തരുടെയും വിജയമാണ്. ഇതിലെ ദോഷൈക ദൃക്കുകളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ദോഷൈക ദൃക്കുകളാവേണ്ട കാര്യമില്ല. 5 കൊല്ലക്കാലം മുമ്പ് ഉണ്ടാക്കിയൊരു പദ്ധതി, അതിന്റെ എല്ലാ കാര്യങ്ങളും കയ്യിൽ കിട്ടി, അത് കുറുക്കൻ ആമയെ കിട്ടിയ പോലെ കയ്യിൽ വെച്ച് ചെയ്യാതിരുന്ന ആളുകൾ ഇന്ന് ഇതിന് ദോഷം കണ്ട് കത്തയക്കാൻ പുറപ്പെട്ടാൽ നിങ്ങൾ എന്തോ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് അസൂയക്കും കഷണ്ടിക്കും ഒക്കെ മരുന്നില്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് മരുന്നില്ല എന്ന് പറയേ നിവൃത്തിയുള്ളൂ. അത് പറയുന്ന ഒരു പ്രക്രിയയിൽ ഈ ജനങ്ങളുടെ വിജയത്തിൽ പങ്കാളികളാകുന്ന സന്ദർഭത്തിൽ ഇവിടെ സന്നിഹിതരായ മുഴുവൻ സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.